കൊച്ചിയിൽ നിന്ന് 2 യുവാക്കളെ അവരുടെ കാറും തട്ടിക്കൊണ്ടുപോയി. വലിയ വാർത്തയുണ്ടായി. എറണാകുളം കൊച്ചിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കി സ്വദേശിയായ ആഷിഖ്, റിയാസ് എന്നിവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. അവരുടെ കാറും കൊണ്ടുപോയി. 10 പേരടങ്ങുന്ന സംഘം ആണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുന്നു. എന്തായാലും ഇവരെപ്പറ്റി വിവരമില്ലായിരുന്നു 2-3 ദിവസത്തേന്. എറണാകുളത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം തുടങ്ങിയത്. കാരണം ഇടുക്കി സ്വദേശികളെ ആഷിഖിനെയും റിയാസിനെയും അവരുടെ കാറ് ഉൾപ്പെടെയാണ് തട്ടിക്കൊണ്ടുപോയത്. കാറിനകത്ത് 1.5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് പ്രതികൾ തട്ടിയെടുത്തിട്ടുണ്ടാവും. എന്തായാലും അന്വേഷണം വ്യാപകമായി. കുറേ പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പ്രൈം അക്യൂസറിനെ 2 പേരെയും അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം അവരെ 2 പേരും തിരുവനന്തപുരത്ത് നിന്നുണ്ടെന്നറിഞ്ഞ് തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ നിന്ന് അവിടെ തമ്പാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ ദിലീപിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ 2 SIമാർ അജയകുമാറും ജോസി ഉൾപ്പെടെയുള്ളവർ ആ ലോഡ്ജ് വളഞ്ഞു. ലോഡ്ജിലെ ഒരു മുറിയിൽ ഈ കേസിനകത്ത് പ്രൈം അക്യൂസ്ഡായ ദിൽബിൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു. അയാൾ കൂടെ മറ്റൊരാളുണ്ട്. അയാൾ ഓടി രക്ഷപ്പെട്ടു. അത് പ്രതീക്ഷിച്ചില്ല. തമ്പാനൂർ ലോഡ്ജിൽ ഇവർ മുറിയെടുത്ത് താമസിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് തമ്പാനൂർ ഇൻസ്പെക്ടർ ദിലീപിൻ്റെ നേതൃത്വത്തിൽ ഈ 2 SIമാരും വന്ന് ലോഡ്ജ് വളഞ്ഞ് മുറികൾ ഓരോന്നും തപ്പി ഒരു മുറിയിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രൈം അക്യൂസ്ഡായ ദിൽബിനെയാണ് അറസ്റ്റ് ചെയ്യുക. മറ്റേ ആൾ അവിടുന്ന് ഓടി രക്ഷപ്പെടും എന്നാണ് വരുന്നത്. ഇയാളെ 2 പേരെയും 2-3 ദിവസം കണ്ടില്ല. ഈ ആഷിഖും റിയാസ് എന്ന കാറിലിരുന്നവർ, അവരുടെ കാറിനകത്ത് 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇവരെ 2-3 ദിവസം കാണാതെ ആ 3 ദിവസവും ഭീകരമായിട്ട് മർദ്ദിച്ചു. അത് വളരെ മർദ്ദനമേറ്റു. കൊല്ലാഞ്ഞ ഭാഗ്യമായി. എന്തായാലും ഒരു ഗ്യാങ് ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. വണ്ടിക്കകത്ത് പണം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 1.5 ലക്ഷം രൂപ ഇടുക്കി സ്വദേശികളായ ഇവരുടെ കാറിനകത്തുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് കൊച്ചിയിൽ വെച്ച് അവരെ കാർ വളഞ്ഞ് അവരെ ബലമായിട്ട് കാറിനകത്ത് പിടിച്ചിട്ട് അവരുടെ കാറിൽ തന്നെ കൊണ്ടുപോയി. ഈ കാറ് വിൽക്കാനുള്ള ശ്രമം കൂടെ അവർ നടത്തി. ആ ഗുണ്ടകൾ ഈ കാറിനകത്തെ റെക്കോർഡുകളെല്ലാം വെച്ചും ഒരു കൈമാറ്റ കരാർ ഉണ്ടാക്കി അത് വിൽക്കാനും ഒരു ശ്രമം നടന്നതായിട്ടാണ് വരുന്നത്. ഏതായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. കാരണം ആഭരണങ്ങൾ കാറിലുണ്ടെന്ന് മനസ്സിലാക്കി ആ കാറ് ബ്ലോക്ക് ചെയ്ത് തടഞ്ഞ് അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് വെളിയിൽ കളഞ്ഞ് ആ കാറും കൊണ്ടുപോയി അവരുടെ സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുപോകുന്ന കുറേ കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ആര്യനാട് മോഹൻ്റെ കേസ്. ആര്യനാട്ടെ ആ ഫൈനാൻസിൽ നിന്ന് എല്ലാ ദിവസവും അവിടെ വരുന്ന സ്വർണ്ണങ്ങൾ, പണയെടുക്കുന്ന സ്വർണ്ണങ്ങൾ, അതെല്ലാം പേരുക്കട കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് വെക്കും. അതിനുശേഷം അതവിടെ പ്ലെഡ്ജ് ചെയ്യും. അതിൻ്റെ പണം കൊണ്ട് പോകും. ദൈനംദിനം ആര്യനാട് മോഹൻ അയാളുടെ അളിയൻ്റെ വക അവരുടെ ബിസിനസ് സെൻറ്ററിൽ നിന്ന്, ബാങ്കിൽ നിന്ന് അന്നെടുക്കുന്ന സ്വർണം അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും. അടുത്ത ദിവസം രാവിലെ ആ സ്വർണ്ണങ്ങൾ പേരുക്കട ബാങ്കിൽ കൊണ്ടുപോയി കോപ്പറേറ്റീവ് ബാങ്കിൽ വെച്ചിട്ട് അത് പണയപ്പെടുത്തി ആ പണം കൊണ്ടുപോകും. പണയങ്ങൾ എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരും നേരത്തെ ആര്യനായിട്ട് ബാങ്കിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഭരണങ്ങളും മടക്കി കൊണ്ടുപോകും. എങ്ങനെ പോയാലും 19-60 പവൻ മോഹനെ സ്കൂട്ടറിലാണ് ഇവിടുന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്നത്. ആ സ്കൂട്ടറിനകത്ത് 10-60 പവനുണ്ടാവും. 19,000 രൂപ കാണും. ആ ആളെ 2-3 വർഷം മുമ്പ് മിസ്സായിട്ട് ഇതുവരെ ഒരു പിടിയും കിട്ടുന്നില്ല. പോലീസിൻ്റെ അന്വേഷണം ഇപ്പം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട്. പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല. മോഹനെ പറ്റി വിവരമില്ല, ആ സ്കൂട്ടറിനെ പറ്റിയില്ല, മോഹൻ്റെ ബോഡിയെപ്പറ്റി വിവരമില്ല. ഏതായാലും ആൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഉറപ്പ്. എവിടെയോ കൊണ്ടുപോയി താത്തു. അടുത്ത ദിവസം പേരുക്കടയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന വഴിക്ക് ഉള്ള ഒരു പാലത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു സ്കൂട്ടർ കണ്ടെത്തി. ഇപ്പം ആര്യനാട് മോഹൻ്റെ സ്കൂട്ടറാണെന്ന് കരുതി. പക്ഷേ ആ സ്കൂട്ടറും ആര്യനാട് മോഹൻ്റെ സ്കൂട്ടറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ടും 2 കമ്പനിയുടെയാണ് എന്നാണ് മനസ്സിലാക്കിയത്. ഏതായാലും ആ അറ്റംപ്റ്റ്
പോലീസ് നടത്തി, ക്രൈംബ്രാഞ്ച് നടത്തി എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും എവിടെയെങ്കിലും ആര്യനാട് മോഹൻ്റെ സ്കൂട്ടർ ഏതെങ്കിലും കുളത്തിലോ ഏതെങ്കിലും തോട്ടിലോ താത്തിട്ടുണ്ടാവും. ആ ബോഡി ഇന്ന് വരെ കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് എവിടെയെങ്കിലും അവർ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ആര്യനാട് മോഹൻ്റെ ജീവിച്ചിരിപ്പല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇതേ രീതിയിലുള്ള കേസുകളിൽ പെട്ടതാണ് ഇപ്പം കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ആ രണ്ടുപേരും ഭാഗ്യത്തിന് ജീവിച്ചു. അവരുടെ 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അവരെ കാറും എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലായത്. KG സുരേഷ് കുമാറാണ് അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ. എന്തായാലും പോലീസിൻ്റെ യോജിച്ചുള്ള ഒരു എഫർട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. നല്ല കാര്യം. ഏതായാലും ഇതുപോലെയുള്ളവർക്ക് കേസ് പിടിക്കുകയും ഡിറ്റക്റ്റ് ചെയ്യുകയും മാത്രമല്ല, അവരെ കൺവിക്റ്റ് ചെയ്യുക എന്നുള്ളതും പോലീസിൻ്റെ ധർമ്മമാണ്. ആ രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങണം. അന്വേഷണം ഇനിയും കുറേ പ്രതികളെയും കൂടെ പിടിക്കാനുണ്ട്. അതിനെ സഹായിച്ചവരും കൂട്ടുനിന്ന ചില ഗുണ്ടകളെയും കൂടെ ഇനി കിട്ടാനുണ്ട്. പിടിച്ചുപറി കേസിനകത്തെ 1-ാം പ്രതിയായ ദിൽബിനെ കസ്റ്റഡിയിലെടുത്തോടുകൂടി കേസിന് നല്ല പ്രോഗ്രസ് ഉണ്ടാവും. അയാളുടെ കൂടെ നിന്ന് ലോഡ്ജിൽ ചാടിപ്പോയ ഒരാളെ അവിടെ കിട്ടാനുണ്ട്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ കേസിൻ്റെ പ്രതികളെ മുഴുവൻ കസ്റ്റഡിയിലാക്കി ആ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കും എന്നാണ് ഞാൻ കരുതുന്നത്.